താനും ഭാര്യയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലം എന്നല്ലാതെ എന്തു പറയാൻ? എന്ത് പുണ്യം, ഏത് ഫലം? വല്ല പുണ്യവും ചെയ്തിരുന്നെങ്കിൽ ഈ ജന്മം ഞങ്ങൾ ഇങ്ങനെ ഭാര്യാഭർത്തക്കന്മാരായി ജീവിക്കേണ്ടി വരുമായിരുന്നു. എന്താ ശശി, വഴിയിൽ വെച്ച് എന്നെ വഴക്ക് തുടങ്ങണം? വർമ്മ സാർ പറഞ്ഞ ആ പുണ്യത്തിന്റെ ഫലം അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ അല്പസ്വല്പം കോമൺ സെൻസ് ഒക്കെ വേണം. തന്റെ ഭാര്യയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോകാനും വഴിപാട് ചെയ്യാനും എന്നെപ്പോലൊരു മഹാനെ ഒത്തുകിട്ടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. ചിന്തിക്കണം. വെറും സാധാരണക്കാരായ നിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാ എന്നെ പറ്റി ഒരു മതിപ്പ് തോന്നാത്തത്. ഇത്രയും വലിയ മഹാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ എന്നെ കെട്ടാൻ എന്റെ അച്ഛൻ വേറെ ആളെ അന്വേഷിച്ചാണ്. വേറെ ആളെ നോക്കാത്തത് നിന്റെ മുജ്ജന്മ സുഹൃതം. ശശി ഓഫീസിൽ പോകുന്നില്ലേ? ഞങ്ങൾ ഇപ്പൊ റെഡിയായേക്കാം. ഓ, കാലത്ത് തന്നെ ഇയാൾ ഇവിടെ കുറ്റിയടിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. തിരുമുഖം കണ്ണി കണ്ടാ തീർന്നു ഇന്നത്തെ കാര്യം. കാലത്ത് ഇവിടെ വന്നു ഇല്ല, അമ്പലത്തിൽ ചെന്നു ഇല്ല, പിന്നെ എവിടെ പോയി? ഇന്ന് പാർവതിയുടെ പിറന്നാളായിരുന്നു. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയൽവക്കക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? ആട്ടെ, പിഴച്ചിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് നിർത്തിയിട്ടില്ലേ? ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ച വെള്ളം കിട്ടില്ല. പിഴച്ചിട്ട് വിഷമിക്കണ്ട, അത് തന്നെ ഞാൻ കാപ്പി തരാം. ഓ, നീ അയാളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണ്ടേ അയാൾ വരാൻ? വാ, വല്ലതും നക്കിട്ട് പോ. സമയം പോണതറിയില്ല. നാവെടുത്താ തമാശ. ഇതാണ് വീട്. വാടകയ്ക്ക് കൊടുത്താ പിന്നെ വാടകക്കാരെ ഇറക്കാനും കേസ് നടത്താനും വീട് വെക്കേണ്ടി വരും. ഏട്ടൻ എന്തെങ്കിലും ജോലി കിട്ടുന്നത് വരെ വക്കീൽ അദ്ദേഹം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിച്ചാൽ മതി. ഞാനും നിങ്ങളുടെ അച്ഛനും ഒരമ്മ പെറ്റ മക്കളെ പോലെ വളർന്നാണ്. നിങ്ങളെനിക്കെന്റെ മക്കളെ പോലെയാണ്. എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അറിയിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ വിശ്രമിക്കും. ശരി. എനിക്ക് കോടതി വരെ ഒന്ന് പോകേണ്ടതുണ്ട്. ശരി. കാലത്ത് തന്നെ സൂര്യൻ ഉദിച്ചു. നല്ല കാര്യമുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഇന്നും ബെക്കാഫി കൊണ്ട് വെച്ചിട്ടില്ല. ഇന്നലെ തന്നെ പറഞ്ഞ വായിലെ വെള്ളം വറ്റിച്ചതാ. ആക്രി കിടക്കാളും കഷ്ടം. ഇളയമ്മേ, ഇളയമ്മേ, ഇന്നും ബെഡ് കോഫി കൊണ്ട് വച്ചിട്ടില്ല. മൂപ്പിലാൻ പറഞ്ഞു കാണും വലിയ ലക്ഷറി ഒന്നും വേണ്ടെന്ന്. നമ്മളുടെ പറഞ്ഞ് അയ്യ ഇരിക്കുന്നു. എന്താ? അവൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്ങോട്ട് പോയി? ബെഡ് കോഫി കുടിക്കാൻ കവലിൽ പോയി കാണും. അപ്പൊ തിരിച്ചു വരുമല്ലേ? പിന്നെ എന്നാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കാശ് ചോദിക്കുമ്പോ രണ്ടെണ്ണം പൊട്ടിച്ചാൽ എന്താ? തിരിച്ചു കിട്ടി നീ സമാധാനം പറയൂ. എടി, പിശാചുക്കള മനുഷ്യന് പേടിയാ. ഇത് എന്റെ കുറ്റമല്ല. ഇന്നത്തേക്കുള്ള കാശിങ്ങിതാ. ഞാനൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മകനായി പോയെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്. എടാ മോനെ, ഇതുകൊണ്ടൊന്നും വാങ്ങി തിന്നരുത്. ദഹിക്കില്ല. ദഹിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ചുമ്മാ തന്തയായിട്ട് നടന്നിട്ട് എന്താ കാര്യം? മക്കളെ നേരെ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തേക്ക് സുഖമായി. അപ്പോ സിനിമ, നാടകം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ? പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് തമാശ കളിക്കാനുള്ള ഒരു പോസ്റ്റല്ല. ജേക്കബ് തികഞ്ഞൊരു സത്യക്രിസ്ത്യാനിയും ഭക്തനുമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അയാൾ ഒരു യുക്തിവാദിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. സമ്മതിക്കില്ല. എന്റെ അക്കൗണ്ടന്റ് ദൈവഭക്തിയുള്ളവനും ആണത്വമുള്ളവനുമായിരിക്കണം. സിനിമ, സ്പോർട്സ് തുടങ്ങിയ അനാവശ്യങ്ങളിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരിക്കരുത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരെ ഈ നാട്ടിൽ കിട്ടുമോ? ഈ നാട്ടിലില്ലെങ്കിൽ മറുനാട്ടിൽ തപ്പും. വക്കീൽ സാർ ഏതായാലും ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി.
നോക്കട്ടെ. സ്വന്തം ജാതിക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതിനും വാങ്ങിച്ച് കാശ്. എന്തോന്നിത്? സാരല്ലേ, നാളെ മുടി ഷോപ്പിനില്ലെങ്കിൽ ഷോപ്പിന് ഒരു ഐശ്വര്യമില്ല. അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ടെന്ന്. അമ്പട്ടനോ? എടാ മോനെ, 50 പട്ടര് കൂടിയതാണടാ ഒരമ്പട്ടൻ. അതായത് 50 പട്ടര ബുദ്ധിയുള്ളവനാണ് അമ്പട്ടൻ. മനസ്സിലായോ? പക്ഷെ കുരുട്ട് ബുദ്ധി ആയിരിക്കും. അത് ജീവിക്കാൻ വേണ്ടി. നേരം വിളിച്ചിട്ട് ഒരു ദരിദ്രവാസി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ഇവനൊക്കെ இந்த പട്ടാളത്ത് പോയോ? അല്ലെ ഇവന്റെ ഒക്കെ തലമുടി വളരുന്നില്ലേ? നിന്റെ തലമുടി കുറച്ച് വളരുള്ള ഒരു തലയാ. അത് അവസ്മാരം പിടിച്ചോന്റെ കയ്യിലേൽപ്പിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത? നീ വാ, ഒരു സ്മാരടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടുഡേ ഹോളിഡേ. അത് ശരി. ആട്ടെ, ഇത്തവണ പാസ്സാവോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഓഹോ, ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. എന്നിട്ട് എന്തായി? സുഖമായിട്ട് അങ്ങ് തോറ്റു. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാ. കേട്ടില്ലേ? ഇതാ തള്ള. പിന്നെ പിള്ള എങ്ങനെ നന്നാവും? ഇവള് SSLC പാസ്സായാൽ ഇവളുടെ അച്ഛൻ തിരുപ്പതിയിൽ പോയി തല മൊട്ടയടിക്കാമെന്ന് നേർന്നതാ. അയാളുടെ ഒരു ഭാഗ്യത്തിന് മൊട്ടയടിക്കേണ്ടി വന്നില്ല. ഒന്നുകൂടെ ചോദിച്ചേ. 5 പ്രാവശ്യം BA എഴുതി ജയിക്കുന്നതും SSLC തോക്കുന്നതും രണ്ടും ഒരുപോലെയാ. എന്നാലും വിദ്വാൻമാർക്ക് വെച്ച് വിളമ്പാൻ ഞങ്ങളെ തന്നെയല്ലേ കിട്ടിയുള്ളൂ. പെണ്ണുങ്ങളായ വെക്കാനും വിളമ്പാനും പഠിക്കണം. അതിനു മേലെ ഒരു പഠിപ്പും വേണ്ട. പറഞ്ഞു കൊടുക്കുക ചേച്ചി. ഇപ്പൊ അവര് യൂണിയനായി. നിന്റെ ഈ പാചക വിരുദ്ധുണ്ടല്ലോ, അതെന്റെ മോളെ പഠിപ്പിക്കണ്ട. എന്റെ വിരുദ്ധന് എന്താ ഒരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ കെട്ടുന്നവന്റെ കൂടെ അവൾ 2 ദിവസം ഒരുമിച്ച് താമസിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അല്പം ഓഫീസർക്ക് ബാക്കിയുണ്ട്. ഓ, ഒരു അത്യാവശ്യ കാര്യം പറയാനായി ഇങ്ങോട്ട് കയറിയത്. അത് മറന്നു. ബാലുവിന്റെ കത്ത് വന്നിരുന്നു. അവന് കാവേരിയെ വളരെ ഇഷ്ടമായി. ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്നാ അവൻ എഴുതിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കാൻ? നമ്മൾ ബന്ധുക്കളാകാൻ പോവുക. ഞാൻ ഇന്ന് തന്നെ അവൻ എഴുതിക്കോളാം. ശരി. ചെക്കന് പൊക്കം കുറവല്ലേ എന്നൊരു സംശയം. താൻ കണ്ടിട്ടുണ്ടോ? ഇയാളുടെ അല്ലേ അനിയൻ? ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ മോക്കും വലിയ പൊക്കമൊന്നുമില്ലല്ലോ. പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടേ. എനിക്ക് വേണ്ട. താൻ ഇടംകൊലിടാത്ത ഒരു കാര്യവുമില്ലല്ലോ എന്ന് വിചാരിച്ചിപ്പോ എന്റെ മോനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ പറ്റുമോ? വരട്ടെ. വരാൻ പറയും. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ്. ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയാണ് സർ. എന്ത് ജോലി? സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്ന എന്ത് ജോലിയും ചെയ്യും സർ. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണോ? അല്ല. പിന്നെ ഈ വേഷം? അതൊരു ദേശീയ വികാരത്തിന്റെ പ്രതിഫലനം. അപ്പോൾ അക്കൗണ്ടൻസി? അതെ സർ. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം അക്കൗണ്ടൻസിയാണ്. ഇരിക്കൂ. വേണ്ട സർ. എനിക്കൊരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട്. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം. ചോദിക്കൂ സർ. ഇരിക്കും. എന്താണ് നിങ്ങളുടെ ഹോബി? അക്കൗണ്ടൻസി. അതല്ലാതെ വായന. എന്തൊക്കെ വായിക്കും? ഞാനിതുവരെ വായിച്ചിട്ടുള്ളത് ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത, മാതൃഭൂമി. മറ്റൊന്നും വായിച്ചിട്ടില്ലേ? ഇല്ല. കാരണം? എന്റെ അച്ഛൻ നിർദ്ദേശിച്ചത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്റെ അച്ഛൻ ആദിത്യവർമ്മ രാജകുടുംബത്തിലെ അംഗമാണ് സർ. അപ്പോ ഇങ്ങനെ ഒരു ജോലി എന്തിന്? ഞങ്ങളുടെ കുടുംബസ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടി. പ്രിവി പേഴ്സ് കിട്ടില്ലേ? വെറുതെ കിട്ടുന്ന ഒരു പേഴ്സും വേണ്ടെന്ന് അഭിമാനിയായി അച്ഛൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് സിനിമയിലും കായിക വിനോദങ്ങളിലും വലിയ താല്പര്യമായിരിക്കും അല്ലേ? ഞാനവയെ വെറുക്കുന്നു സർ. കാരണം?
മനുഷ്യശക്തി ജനനന്മയ്ക്ക് എന്നാണ് എന്റെ പ്രമാണം. അതിരിക്കട്ടെ, ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളാരാണ്? ആരാണ് സർ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. ഈ പറയുന്ന അച്ഛൻ ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ മറ്റോ ഉള്ള ആളാണോ സർ? അല്ല. പിന്നെ എനിക്കറിയില്ല സർ. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ നിങ്ങളെ എന്റെ അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു.